morning. Magic Okay. morning. Magic Okay, morning. thank you so much, Joel. Magic morning. So, Magic നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്കിന്ന് വെനസ്ഡേ ആണ്. നിങ്ങൾ എല്ലാവരും നമ്മുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ലോ ഓഫ് അട്രാക്ഷന്റെ സെക്ഷനാണ്. സോ ഈ ഒരു സെഷൻ എടുക്കാൻ വേണ്ടി നമ്മുടെ സേഫ് സാറെ ഇൻവൈറ്റ് ചെയ്യാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. Thank you. Magic morning. Very magic morning. Yeah. Happy Onam to all. Yeah. Onam. Same to you. So let's talk about Onam. നമുക്ക് ഓണത്തിനെ കുറിച്ച് സംസാരിക്കാം. ഞാനും മണിസാറുണ്ട്. ബാക്കി ആളുകളൊക്കെ ഉറങ്ങാണോ? മണിസാർ വെച്ച് ബാക്കിയുള്ള ആളുകൾ ഉറങ്ങാണോ എന്ന് ചോദിക്കുക. അതൊക്കെ കേൾക്കുന്നുണ്ടോ? അല്ല സാറേ, അല്ല. ഓക്കെ. ജീവ, താങ്ക് യു. നമുക്ക് മലപ്പുറത്ത് പറയുന്നൊരു ഭാഷയുണ്ട്, അല്ലെങ്കിൽ മലപ്പുറത്ത് ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഉണ്ട്. ഓക്കെ, മൂക്കും തോറും ചെള്ളാവുക. ഓക്കെ, അതായത് മൂക്കും തോറും ചെള്ളാവുക എന്താ മനസ്സിലായത്? എന്താ സക്സർ മൂക്കും തോറും ചെള്ളാവുക പറഞ്ഞാല്? പ്രായം തോറും ചെറുപ്പാവാം. അത് പോസിറ്റീവ്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? പ്രായം തോറും ചെറുപ്പാവുക. അതേപോലെ തന്നെ വളരും തോറും എന്ത് ചെയ്യുക? ചെറുതാവുക എന്നുള്ളൊരു മീനിങ് കൂടെ ഉണ്ട്. ഓക്കെ, എന്നെപ്പോലെ ബി മാജിക്കിന്റെ ചില സമയത്തെ അവസ്ഥ. ഓക്കെ, എത്ര ആളായി? 20 ആളായി. കുറച്ചും 22 ആൾക്കാരായിരുന്നു. കഴിഞ്ഞ മീറ്റിംഗിൽ 30 ആൾക്കാരായിരുന്നു. ഓക്കെ, ഇനി അതേപോലെ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള പറയുന്നത് എന്താണെന്നുള്ളത് എല്ലാ ആൾക്കും അറിയാമല്ലോ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ എന്താണ്, അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ഇതെന്നല്ല എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അറിയുന്ന കാര്യമല്ലേ? യെസ് ഓർ നോ? Yes, sir. നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. ബട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യം നമ്മളുടെ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചായിരുന്നു അല്ലേ? ശരിക്ക് നമ്മളെ ചിന്തകളല്ല നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, ചിന്തകളിൽ നമ്മൾ പല സമയത്തും പോസിറ്റീവ് ആണെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് പല സിറ്റുവേഷൻസിലും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. സ്വർണം ചാറ്റ് ബോക്സിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ ലൈഫിൽ പറയും ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല, ബട്ട് അതെന്റെ ലൈഫിൽ സംഭവിച്ചു. ഓക്കെ, ഞാനിത് രാവിലെ എണീറ്റ് ഈ ക്ലാസ് നടക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ കുറച്ച് സമയം അതിന്റെ പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച്. അതാണ് ഞാൻ ടോപ്പിക്ക് ഞാൻ ഇതാക്കാന്ന് കരുതരുത്, നമ്മുടെ ഓണാക്കാന്ന് കരുതരുത്. ഒരു മനുഷ്യന്റെ തോട്ട് പ്രോസസ്സും അയാളുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുക. ഞാനിപ്പോ ഇന്നൊരു ഇത് ആലോചിക്കേണ്ടായ കാര്യം പറഞ്ഞതാണ്. ഇന്ന് നമ്മുടെ ടീമിന്റെ സ്കിയോളോയുടെ അല്ലെങ്കിൽ സ്കിയോളായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു ഏകദേശം 5ഓളം ടീമിന്റെ സെലിബ്രേഷൻ മീൻസ് ഓണം സെലിബ്രേഷൻ. ഇന്ന് ആ ഓണം സെലിബ്രേഷനിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഫീലിങ്സുകൾ എന്താ നോക്കുക. നമ്മുടെ ഫീലിങ്സുകൾ നമ്മുടെ ലൈഫിൽ ശരിക്കും ഉണ്ടാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഉണ്ടാവുന്ന കാര്യം, നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യം നമ്മൾ ചിന്തിക്കുന്നതോ ഒന്നുമല്ല നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ആവുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതല്ല നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. പിന്നെന്താണ് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ആവുന്നത്. ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് തിങ്സ്, ഒരാളൊരു
പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിച്ച ഒരു ചെറുപ്പക്കാരനായിട്ട് ആള് മരണപ്പെട്ടൊരു വീട്ടിൽ നിൽക്കുന്നു. ഓക്കെ, അവിടെ അയാളുടെ എക്സ്പീരിയൻസ് എന്തായിരിക്കും, അയാൾ ഫീൽ ചെയ്യുന്ന എന്തായിരിക്കും? അയാളുടെ ഫീലിംഗ് ഓൾമോസ്റ്റ് സാഡായിരിക്കും അല്ലെ? വേറൊരു കല്യാണത്തിന് പങ്കെടുക്കുന്നു. ഈ രണ്ട് പ്രോഗ്രാമാണ്, രണ്ട് പ്രോഗ്രാമുകളാണ്. ഒരു പ്രോഗ്രാമിൽ നമ്മൾ പോകുന്ന മൈൻഡ് സെറ്റ് ആണോ മറ്റൊരു പ്രോഗ്രാമിലേക്ക് ഉണ്ടാവുക? ആണോ? അല്ല. ഇന്നിപ്പം ഓണമായിട്ട് എന്തൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് എന്തൊക്കെ സംഭവിക്കും നോക്കാം. നമുക്ക് നോക്കാം ഓണമായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു അല്ലെ? ഓണം എന്ന് പറയുന്നതിന്റെ എന്താണ്? ഓണം എന്തിന്റെ ആഘോഷമാണ്? എന്തിനാണ്? സമൃദ്ധി 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 അല്ലെ? സെലിബ്രേഷൻ ഓഫ് അബണ്ടൻസ്, സെലിബ്രേഷൻ ഓഫ് അബണ്ടൻസ്, ഹാർവസ്റ്റ്, യൂണിറ്റി അല്ലെ, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി, യൂണിറ്റിയുടെ, ഒരുമയുടെ, അല്ലെങ്കിൽ അബണ്ടൻസിന്റെ, സമ്പൽ സമൃദ്ധിയുടെ, പ്രോസ്പെരിറ്റിന്റെ ഒക്കെ ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, ഓണം ഓപ്പറേഷനുള്ള തമ്മിലുള്ള കണക്ഷൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കാം. കിങ് മഹാബലി അല്ലെ, മഹാബലി തിരിച്ചു വരുന്നതായിട്ട് നമ്മള് നോക്കുന്ന സമയത്ത് എന്തായിരുന്നു മഹാബലി ഈ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് പ്രത്യേകം എന്തായിരുന്നു? സാധാരണ പറയാല്ലേ, മനുഷ്യരെല്ലാവരും എല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം? എന്താണ്? എല്ലാം കൊണ്ടും അല്ലെ, സ്നേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ഒരേപോലെയുള്ള അത്രയും അബണ്ടന്റ് ആയിട്ടുള്ള സംഭവം. ഓണം നമ്മൾ എപ്പോഴും റിമൈൻഡ് ചെയ്യുന്ന എന്താണ്? ജസ്റ്റ് ലൈക്ക് ഓണം റിമൈൻഡ് us to celebrate prosperity. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ റിമൈൻഡ് ചെയ്യുന്ന എന്താണ്? പ്രോസ്പെരിറ്റി. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നതാണ് വാട്ടർ വി അട്രാക്ട് വാട്ട് വി ഫോക്കസ് ഓൺ. അവിടെയാണ് അതിന്റെ ഒരു പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോയിന്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ രാവിലെ അഫർമേഷനും പോസിറ്റിവിറ്റി ഇതൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇതിപ്പോ ഒരാള് അഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു അഫർമേഷൻ കൊടുക്കും. എന്താണ്? ഒരു പൈസയുടെ ബുദ്ധിമുട്ടുള്ള ആളുടെ നമ്മൾ പറയാം, ഐ ഓൾവേസ് ഹാവ് ഇനഫ് മണി ടു സൂട്ട് മൈ നീഡ്സ്. എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന പണം എല്ലായ്പ്പോഴും. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അത് പറയുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്നൊരു വിശ്വാസം വരുന്നില്ല. അയാൾ പറയുന്നത് അയാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ജസ്റ്റ് നിങ്ങൾ കാര്യം ചെയ്യും, ഓക്കെ, ജസ്റ്റ് നിങ്ങൾ വെൽത്ത് എന്ന് പറയും. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്ന പോലെ വെൽത്ത് സക്സസ് എന്ന് പറയും. അപ്പൊ അത് ഓക്കെ, അതൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ സാധനം എന്താ വെച്ചാല്, ഇന്ന് നമ്മൾ ഓണം അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ നമ്മൾ നോക്കുക, അല്ലെങ്കിൽ പല സ്ഥലത്തും എല്ലാ കമ്പനികളും എല്ലാ സ്ഥലത്തും ഓണത്തിന്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇന്നലെ വരെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഏതൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവർ ഓഫീസിൽ രാവിലെ വന്ന് അവരുടെ കുറെ കാര്യങ്ങളും ഓഫീസിലെ കുറെ കാര്യങ്ങളുമായിട്ട് അവരുടെ ഫോക്കസും അവരുടെ ഫീലിങ്സും ഒക്കെ ഇന്നലത്തിനെക്കാട്ടിലും ഇന്ന് ഓണം ആഘോഷിക്കാൻ വരുന്ന ടീമിന്റെ ഫീലിങ്സ് ആയിരിക്കുമോ, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ഉണ്ടാവുക ഇന്നലെയാണോ അവർ കൂടുതൽ പോസിറ്റീവ് എവിടെ ഉണ്ടാവുക? ഇന്നാണോ ഇന്നലെയാണോ? ഇന്നാണോ ഇന്നലെ? നജില, ഇന്നാണോ ഇന്നലെയാണോ? ഇന്ന് അല്ലെ? ഇന്നലെ പോസിറ്റീവ് അല്ലാഞ്ഞിട്ടല്ല, ഇന്ന് കുറച്ചും കൂടെ പോസിറ്റീവാണ്. അല്ലെങ്കിൽ പോസിറ്റീവിന്റെ അപ്പുറത്ത് ദേ ആർ റെഡി ടു സെലിബ്രേറ്റ്. ഇന്ന് എന്തിനാണ് വരുന്നത്? സെലിബ്രേഷൻ ആണ് വരുന്നത്. സി, ഈ ഒരു മൈൻഡ് സെറ്റിന് നമുക്ക് എല്ലാ ദിവസവും കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളിടത്താണ് നമ്മളിലേക്ക് ഫീലിങ്സ് കറക്റ്റ് ആയിട്ട് മാറുക. അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ മനുഷ്യനെ എല്ലാവരും ഓണം ആഘോഷിക്കാൻ പോകുന്ന ആളുകൾക്ക് എല്ലാവരും ഹാപ്പിയാണോ? റിയലി അവർ ഹാപ്പിയാണോ? അവർക്ക് ലൈഫിൽ പ്രശ്നങ്ങളില്ലേ? അവർക്ക് ലൈഫിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ്, പല ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ? പക്ഷെ എല്ലാ ആളുകളും എന്ത് ചെയ്യും? ഓണം, പെരുന്നാള്, ക്രിസ്മസ്, വിഷു ഇങ്ങനെയുള്ള എല്ലാ സെലിബ്രേഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഘോഷിക്കുന്നുണ്ട്. ആ ആഘോഷിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, സംഭവം എന്താണ്? ഓണം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രിപ്പറേഷൻ ആണ്. ഓണത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഓണം ബിഗിൻസ് വിത്ത് എ പോസിറ്റീവ് പ്രിപ്പറേഷൻ. അത്തം ഒന്നായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് തുടങ്ങും? പൂക്കളം ഇടും. എന്തിന്റെ ഭാഗമായിട്ടാണ് പൂക്കളം ഇടുന്നത്? ഓക്കെ, അപ്പൊ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇവിടെ പൈസ ഒന്നും ഇല്ല, ഓണം നടത്തുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട് ഇല്ല. നമ്മൾ അപ്പൊ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഈ സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ മൈൻഡിനെ ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മൾ എന്തൊക്കെ ചെയ്യും? പോസിറ്റീവായിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ നോക്കുക. നമ്മളെ വീടുകളൊക്കെ നമ്മൾ ഒന്നും കൂടെ ക്ലീൻ ചെയ്യും അല്ലെ?
നോമ്പൊക്കെ വരുന്ന സമയത്താണെങ്കിലും ഓണം വരുന്ന സമയത്താണെങ്കിലും ഒന്നും കൂടെ നേരത്തെ ക്ലീൻ ചെയ്യാത്ത എന്നിട്ട് എന്ത് ചെയ്യും, നല്ല പൂക്കളൊക്കെ ഡിസൈൻ ചെയ്യും. ഒരു പിന്നെ ഒരു ഒരു വളരെ നല്ല രീതി ഫാമിലിയൊക്കെ എപ്പോഴും ഒരു അബണ്ടൻസും അതേപോലെ നല്ലൊരു എക്സ്പീരിയൻസും കാണാത്ത ആളുകൾക്കാണ് അതൊക്കെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അവിടെ എന്താ തോട്ട് ക്രിയേറ്റ് റിയാലിറ്റി. നമ്മുടെ തോട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ത് റിയാലിറ്റി എന്ന് പറയുന്നത്. ഓഫ് അട്രാക്ഷനിൽ പഠിപ്പിക്കുന്ന ഒരു പോയിന്റ്. അപ്പം ഈ നമ്മളുടെ ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഒരു അനലൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞ സംഭവം, നമ്മൾ ഏത് സിറ്റുവേഷൻസിലൂടെ നമുക്ക് കടന്നു പോകുന്ന സമയത്തും നമ്മൾ ഇത്തരം സെലിബ്രേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ആളുടെ കല്യാണം വരുന്ന സമയത്ത് അല്ലെ, ഇപ്പൊ കല്യാണം ആണെങ്കിലൊക്കെ അപ്പൊ അവർ ഭയങ്കര പോസിറ്റീവ് മൂഡായിരിക്കും. അതുവരെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ആ ഒരു ദിവസം അവരെന്ത് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവും. ഈ ഒരു സെലിബ്രേഷൻ മൈൻഡ് സെറ്റ് ഡാറ്റുടെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നും ഓണസദ്യയും അല്ല, എന്നും ഓണസദ്യയും ഓണപ്പൂക്കളൊന്നും അല്ല, പക്ഷെ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനത് ഫീൽ ചെയ്യിപ്പിച്ചു തരാം. ഓക്കെ, അപ്പം രണ്ടാമത്തെ ഒരു കാര്യം എപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, എപ്പോഴും നമ്മൾ പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് മൾട്ടിപ്ലൈസ് അബണ്ടൻസ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യും, നമ്മൾ അബണ്ടൻസിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്ന സംഭവം. ഞാൻ ഒരാളോട് നാളെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറഞ്ഞ സമയത്ത് അയാൾ പറയാം, എനിക്ക് പ്രത്യേകിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും എഴുതാനില്ല, അങ്ങനെ നിന്റെ ലൈഫിൽ ഒരുപാട് അനുഗ്രഹങ്ങളൊന്നും ഇല്ല. അങ്ങനെ എൻ്റെ ലൈഫിൽ ഒരുപാട് അനുഗ്രഹങ്ങളൊന്നും ഇല്ല. ബിമാജിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മളും ചിന്തിച്ചിരുന്നത് ഇതേപോലൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ ലൈഫിൽ എന്തില്ല, ഒരുപാട് അനുഗ്രഹങ്ങൾ. കുറച്ച് ദിവസം മുമ്പ് ഒരു 5 ഡേ മുമ്പ് മുസ്ലിംസിന് ജുമ നടക്കും അല്ലെ, എല്ലാ വെള്ളിയാഴ്ചയും മുസ്ലിംസിന്റെ ജുമ നടക്കും. പലസ്തീനിലെ ഗാസയിലെ ഒരു ഇമാം പറയാണ്, ജുമാക്ക് ഖുതുബയുണ്ട്, ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഇമാം എണീറ്റ്. എന്നിട്ട് ഇമാം പറഞ്ഞു, ഞാൻ ഇന്ന് ഖുതുബ എടുക്കുന്നില്ല, കാരണം എനിക്ക് വിശപ്പ് കൊണ്ട് ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾക്ക് വിശപ്പ് കൊണ്ട് ഒന്നും കേൾക്കാനും സാധിക്കുന്നില്ല. ഞാനിത് പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അനുഗ്രഹങ്ങൾ അറിയാനാണ്. 3 സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ 3 നേരം ഭക്ഷണം ലഭിക്കാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഇന്ത്യയിലുണ്ട്, ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട്. ഇന്ത്യയിൽ ഇപ്പൊ 200 രൂപയും 300 രൂപയും 100 രൂപയൊക്കെ ലേബേഴ്സിന് കൂലി കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ദരിദ്ര രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു രാജ്യത്തിൽ ഇന്ത്യ വന്നിട്ടുണ്ട്. നമ്മള് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു അനുഗ്രഹം. 3 നേരം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടോ? നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് അറിയുന്ന സാധനമാണ്. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം, എത്ര പറഞ്ഞു കഴിഞ്ഞാലും എനിക്കാണെങ്കിലും ഒക്കെ ഞാനാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യും, പല സമയത്തും നെഗറ്റീവ് തോട്ടിലേക്ക് പോകും. അതെല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതാ. ഏത് ഒരാൾക്കും 24/7 പോസിറ്റീവായിട്ട് നിൽക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബിക്കോസ് നമ്മൾ റോബോട്ട്സ് അല്ല, നമ്മൾ ഫീലിങ്സ് ഉള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന എനിക്ക് പോലും, അല്ലെങ്കിൽ എന്നെ പോലെ ക്ലാസ് എടുക്കുന്ന, അല്ലെങ്കിൽ തിങ്ക് ഓർ ഗ്രിച്ച് എഴുതിയ നെപ്പോളിയൻ ഹില്ലിന് പോലും, അല്ലെങ്കിൽ സീക്രട്ട് എഴുതിയിരിക്കുന്ന റോണ്ട ബേന് പോലും എല്ലാ സമയത്തും പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുമോ? പോസിബിൾ ആണോ? അല്ല. എല്ലാ സമയത്തും മനുഷ്യന് പോസിറ്റീവ് ആകുന്നുള്ളത് പോസിബിൾ അല്ല. ഓക്കെ, നമ്മൾ ഒരു സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളെ നെഗറ്റീവ് ആവും. ഈ നെഗറ്റീവ് ആകുന്ന സമയത്ത് നമ്മൾ നമ്മളോട് അനലൈസ് ചെയ്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നതാണ്. ഓക്കെ, എപ്പോഴൊക്കെ നിങ്ങൾ നെഗറ്റീവ് ആകുന്നുണ്ടോ അപ്പോഴൊക്കെ അവിടെ എന്തുണ്ടാവും, ഗ്രാറ്റിറ്റ്യൂഡിന്റെ അഭാവം ഉണ്ടാവും. ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴൊക്കെ നിങ്ങൾ നെഗറ്റീവ് ആവുന്നുണ്ടോ അപ്പോഴൊക്കെ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലായ്മ നല്ല രീതിയിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കണം. അവിടെയാണ് നമ്മൾ അറിയാം. നിങ്ങൾ കൂടുതൽ നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കണ്ട, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളാണ്. ഞാനിപ്പോ ഇന്ന് രാവിലെ ചിന്തിച്ചു, എൻ്റെ ബിസിനസ്സിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അപ്പം ആലോചിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുകയാണ്, എനിക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് എന്തില്ല, ഞാൻ
ഞാൻ നന്ദി പറയുന്നില്ല. അപ്പൊ എന്റെ ലൈഫിലേക്ക് എന്താ സംഭവിക്കുക? എന്റെ ലൈഫിലേക്ക് എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? തോട്ട്സ് ഏ? നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് അല്ല, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. കാരണം എന്റെ മൈൻഡ് എന്താണോ ഫീൽ ചെയ്യുന്നത്, എന്റെ മൈൻഡ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, പ്രയാസത്തിലാണ്, ടെൻഷനിലാണ്. എന്റെ ബോഡിയിലേക്ക് എന്താ വരിക? എന്റെ ലൈഫിലേക്ക് എന്താ വരിക? എന്റെ ആത്മാവിലേക്ക് എന്താ വരിക? ഇതേ സാധനത്തിന് ഞാൻ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതല്ല, നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്. വാട്ട് യു തിങ്ക് യു വിൽ ബിക്കം എന്ന് പറയാറുണ്ട്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, നിങ്ങൾ ആയിത്തീരുന്നത് ഉദ്ദേശിക്കുന്നത് വെച്ചാല്, നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ എന്താണുള്ളത്, അതാണ് എന്ത് ചെയ്യുക, നിങ്ങളിലേക്ക് വരിക. ക്ലിയർ ആണോ? അപ്പം അവിടെ ഓണം എപ്പോഴും എന്താണ്, ഒരു താങ്ക്ഫുൾനെസ് ആണ് അല്ലേ? നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ നാച്ചർ, നമ്മൾ ഈ എല്ലാ സംഭവങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് ഓണം എന്ന് പറയുന്നത് അല്ലേ? മൂന്നാം നമ്മൾ ഓപ്പൺ റാഷനിൽ പഠിക്കുന്ന സംഭവമാണ് വിഷ്വലൈസേഷൻ ആൻഡ് ബിലീഫ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഓണത്തിന് മഹാബലിയെ ഡയറക്റ്റ് കണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? മഹാബലിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് കണ്ട ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഇനി ഓണം എന്നല്ല, എല്ലാ എതിർക്കാണെങ്കിലും ഇപ്പൊ ബലി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മൾ വലിയ പെരുന്നാൾ കഴിക്കുന്ന സമയത്താണ്, ഏതാണെങ്കിലും ഇല്ല. ബട്ട് എന്താണ്, ഇറ്റ്സ് എ വിഷ്വലൈസേഷൻ അല്ലെ? അവിടെ നമുക്കത് ഫീല് വരുന്നുണ്ട്, നമുക്കൊരു വിശ്വാസമുണ്ട്. ശരിക്കും എന്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മഹാബലി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെക്കറേറ്റ് ഹോം ആൻഡ് വെൽക്കം കിങ് മഹാബലി. നമ്മളെ മഹാബലിനെ വിളിക്കാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വിശ്വാസത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, ആ ഒരു വിശ്വാസത്തിലാവുന്ന ആളുകൾ. അപ്പം നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, ഈ ഒരു ബിലീഫ്സ് ആൻഡ് വിഷ്വലൈസേഷൻ, നമ്മളെ ബിലീഫ്സും വിഷ്വലൈസേഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ആ ബിലീഫ് സിസ്റ്റത്തിലേക്ക് വന്ന് മഹാബലി വരുന്നതിന് വേണ്ടിയിട്ട്, മഹാബലിനെ സ്വീകരിക്കാനും വേണ്ടിയിട്ട്, ഇത് വേറെ ഒരു ആളുകളോട് പറയുമ്പോൾ, വേറെ രാജ്യത്തുള്ള ആൾ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ തമാശയായിട്ട് തോന്നും അല്ലെ? വേറെ രാജ്യത്തെ ആളുടെ ചില വിശ്വാസങ്ങൾ നമുക്ക് തമാശയായിട്ട് തോന്നും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഓഫ് ബിലീഫ്സ് ആൻഡ് വിഷ്വലൈസേഷൻ. നമ്മളെ വിഷ്വലൈസേഷന്റെയും ബിലീഫ്സിന്റെയും ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതേപോലെ മഹാബലി എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് മഹാബലി എന്ന് പറയുന്ന സമയത്ത് എന്ത് പിക്ചറാ വന്നേ? എന്ത് പിക്ചർ വന്നേ? എന്ത് പിക്ചർ വന്നു? ആർക്കും പറയാം. സമ്പത്തും സമൃദ്ധിയും ധാരാളം ഉള്ള ആള് അല്ലെ? മഹാബലിന്റെ ഒരു പിക്ചർ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറയുമ്പോൾ, മഹാബലിനെ കാണാൻ പറയുമ്പോൾ എന്താ വരുന്നത്? ഓലക്കുട, കൂടി കുറച്ച് ഗോൾഡിന്റെ ആഭരണങ്ങളൊക്കെ ധരിച്ച്, ഡ്രസ്സ് ധരിക്കാതെ കൊടവയറൊക്കെ ഉള്ള ഒരാള് അല്ലേ? ആരോ ഒരാള് നമ്മുടെ ഉള്ളിലേക്ക് മഹാബലിന്റെ പിക്ചർ ഇട്ട് തന്നിരിക്കുന്ന രീതി അതാണ്, ആ ചിത്രം വരച്ച ആള്. ഓക്കെ, എന്നുവെച്ചാല് വേറൊരു രീതിയിൽ നല്ല ഒരു ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ഒരു സാധാ രാജാവിനെ പോലെ ഉള്ള ഒരു പിക്ചറാണ് നമ്മൾ അവരൊക്കെ കിരീടമൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മുടെ മൈൻഡിലേക്ക് എന്താ വരിക, ആ കിരീടമൊക്കെ വെച്ചിരിക്കുന്ന വേറെ രാജാവിന്റെ രൂപ വരിക അല്ലെ? നമ്മളെ മൈൻഡിലേക്ക് ഇട്ടിരിക്കുന്ന പിക്ചർ പറഞ്ഞാൽ കൊടവയറുള്ളതാ. അപ്പൊ ശരിക്കുള്ള മഹാബലി ശരിക്കും കൊടവയറെന്നുള്ളതല്ല, ഭയങ്കര എന്താണ്, നല്ല ബോഡിയൊക്കെ ഫിറ്റ് ചെയ്യാറാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഹെവി ബോഡിയൊക്കെ ഫിറ്റ് ആയിട്ടുള്ള, വളരെ ഇതായിട്ടുള്ള, യങ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള ആളാണ് മഹാബലി എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് നമ്മുടെ മൈൻഡിലേക്ക് കിട്ടുന്നതിന്റെ പിക്ചർ എന്താണ്? അപ്പൊ ആ പിക്ചറാണ്. അപ്പം ഇതാണ് ഇമ്പോർട്ടൻ്റ് ഓഫ് വിഷ്വലൈസേഷൻ. നിങ്ങളുടെ വിഷ്വലൈസേഷനിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ വരുന്നത്, അതാണ് എന്ത്, നിങ്ങളുടെ പവർ ഓഫ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. വേറെ കാര്യം നോക്കുക, നമ്മൾ പിന്നെ എപ്പോഴും വൈബ്രേഷൻ ആൻഡ് പോസിറ്റിവിറ്റിനെ കുറിച്ച് പറയാറുണ്ട് അല്ലേ? ഓണത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ തിരുവാതിര, പുലിക്കളി, ഡാൻസ്, സോങ്ങം, ഹാപ്പിനെസ്, ഇതൊക്കെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കാണുന്ന തിരുവാതിര കളിക്കുന്ന, ഓണക്കളി, പുലിക്കളി, ആ കളി ഫുൾ കേരളം തന്നെ മൊത്തം ആഘോഷത്തിന് മൂടില്ല. ബിസിനസ് വരെ ഇപ്പം പല കമ്പനികളിലും ബിസിനസ് ഹൈ ആയിരിക്കും, പല കമ്പനികളിലും ബിസിനസ് ലോ ആയിരിക്കും. ഇതൊക്കെ സംഭവിക്കുന്ന സമയത്തും ഇവിടെ എന്തായിരിക്കും, ഒരു വൈബ്രേഷൻ ആൻഡ് പോസിറ്റിവിറ്റി അല്ലേ? ഇപ്പൊ ഇലക്ട്രോണിക്സ് കടക്കാർക്കൊക്കെ ഭയങ്കര ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത്, അതേപോലെ സർവീസ് സെക്ടറിലൊക്കെ നമ്മൾ പല സ്ഥലത്തും വിളിക്കുമ്പോൾ അവരൊക്കെ പറയും ഇനി ഓണം കഴിയട്ടെ, ക്ലിയർ ആകുന്നു, ഇനി ഓണം കഴിയട്ടെ എന്നാ പറയും. ഓക്കെ,
വീട് പണി അതൊക്കെ ഇനി ഓണം കഴിഞ്ഞിട്ട് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഓണം കഴിഞ്ഞിട്ട് നോക്കാം. എല്ലാം ഓണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഓണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി. അപ്പൊ അത് വരെ എന്താണ്, നമ്മളൊരു പോസിറ്റിവിറ്റി, ഒരു വൈബ്രേഷനാണ് ഇതിലൂടെ ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷനെ കൊണ്ടുവരുന്നതാണ് ഓണം ചെയ്യുന്ന വേറെ കാര്യം. ഓക്കെ, പിന്നെ നമ്മൾ ചുറ്റും നോക്കുക അല്ലെ. ഇപ്പൊ പെരുന്നാളാണെങ്കിൽ എല്ലാ വീട്ടിലും ബിരിയാണി ഇതൊക്കെ ഉണ്ടാകുന്ന പോലെ ഓണത്തിന് എന്താ ഉണ്ടാവുക? ഓണത്തിന് എന്താ ഉണ്ടാവുക? സദ്യ. സദ്യന്റെ പ്രത്യേകത എന്താ? അബണ്ടൻസ് മൈൻഡ് സെറ്റ് ആണ് സദ്യ എന്ന് പറഞ്ഞത് അല്ലെ. പൈസ ഉണ്ടോ ഇല്ല എന്നുള്ള അന്ന് വിഷയമല്ല. അന്ന് എന്തായിരിക്കും? ഗംഭീര പരിപാടി ആയിരിക്കും. എല്ലാ വീട്ടിലും ഒരു 5, 10, 15 ഒക്കെ ഉള്ള ടൈപ്പ് ഓഫ് വിഭവങ്ങളൊക്കെ നിലനിർത്തിയിട്ടുള്ള ഗംഭീര പരിപാടി ആയിരിക്കും. ഇറ്റ്സ് കോൾഡ് അബണ്ടൻസ് മൈൻഡ് സെറ്റ്. അതാണ് ആ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഭക്ഷണത്തിന് മുമ്പിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമ്മളൊരു രാജാവാണ് അല്ലെ. അത്രയും വിഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് അല്ലേ കഴിക്കണം, 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ബുഫേലായിട്ട് പങ്കെടുക്കേണ്ടി വരും. ഓക്കെ, ആ സമയത്ത് എന്താ ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഈ സോ മെനി ഡിഷസ് ഒക്കെ സെർവ് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഞാൻ അബണ്ടന്റ് ആണ്, തീരൂല അല്ലെ. പല ആളുകളും ആ ഭക്ഷണം കഴിച്ചു നോക്കുമ്പോൾ വയറ് നിറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല കൂട്ടാളികൾ ചിലപ്പോൾ അതിൽ ബാക്കി ഉണ്ടാവും. ഓക്കെ, എല്ലാം കഴിച്ചിട്ട് പായസമൊക്കെ അങ്ങോട്ട് കുടിക്കുന്ന സമയത്ത് വാവ് എന്തായി, എന്താ നമ്മുടെ മൈൻഡിലേക്ക് വന്ന് ഇന്ന് ഞാനൊരു രാജാവായിരുന്നു. എന്താണ് അബണ്ടൻസ് മൈൻഡ് സെറ്റ്? ഇതൊക്കെ ഓണം നിങ്ങളെ പഠിപ്പിക്കുന്ന ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യമാണ്. ഓക്കെ, ഇത് നിങ്ങളൊന്ന് ഒരു ചെയ്ത് നോക്കാം. നമുക്കൊരു പൂക്കളിട്ട് വെക്കാം. ഓക്കെ, നമുക്കൊരു പൂക്കളിട്ട് വെക്കാം. ഈ പൂക്കളത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നിങ്ങളൊന്ന് കണ്ണടച്ചിട്ടാണ് ഈ പൂക്കൾ കണ്ടത്. ഓക്കെ, ഈ പൂക്കളം നിങ്ങൾ ഇടേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൂക്കളത്തിൽ നിങ്ങൾ ഇടേണ്ട സംഭവങ്ങള് ഫുൾ മെന്റലി ആണ് നിങ്ങൾ ഈ പൂക്കളം ഡിസൈൻ ചെയ്യേണ്ടത്. ഇത് പൂക്കളം ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ പൂക്കൾ എടുക്കുക. ഓക്കെ, ആ ഓരോ പൂവിനും ഓരോ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു പൂ പറഞ്ഞേ, ഓണത്തിനിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂക്കൾ, കുറച്ച് പൂക്കളെ പേര് ടൈപ്പ് ചെയ്തേ. കുറച്ച് പൂക്കളെ പേര്. തുമ്പപ്പൂവ്. തുമ്പപ്പൂവ് അല്ലെ. അപ്പൊ തുമ്പപ്പൂവിനെ നമുക്കൊരു ഒന്നിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറയണേ, തുമ്പപ്പൂവ് എന്ന് പറയുമ്പോൾ എൻ്റെ ലൈഫിലേക്ക് ഹെൽത്ത് ആണ് വരുന്നത്. ഓക്കെ, തുമ്പപ്പൂവിനെ ഞാൻ എന്ത് ചെയ്തു? ഹെൽത്ത് ആയിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, ബാക്കിയുള്ള മല്ലികപ്പൂവിന് വേറെ സംഭവം, മല്ലികപ്പൂവിനെ ഞാൻ എന്ത് ചെയ്തു? പണമായിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ നിങ്ങൾ ഓരോ പൂക്കളെയും, കുറച്ച് പൂക്കളുടെ പേര് ടൈപ്പ് ചെയ്യുക, അങ്ങോട്ട് ഓരോ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഓരോ പൂക്കളെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോരോ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. നിങ്ങളുടെ ഹെൽത്ത് ആയിട്ടും, നിങ്ങളുടെ വെൽത്ത് ആയിട്ടും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും, നിങ്ങളുടെ സമാധാനമായിട്ടും, നിങ്ങളുടെ സന്തോഷമായിട്ടും, വാട്ട് എവർ ഇറ്റ് ഈസ്, ഓരോ പൂക്കളത്തിനും ഇത് ചെയ്യുക. എന്നിട്ട് ആ പൂക്കൾ ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും മൈൻഡിലേക്ക് ഒരു 5-8 പൂക്കൾ, എല്ലാവരും കുറച്ച് പൂക്കളുടെ പേര് ടൈപ്പ് ചെയ്തേ. എല്ലാവരും പൂക്കൾ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിവരാണ് തുമ്പപ്പൂ, മല്ലിക, ജമന്തി, മുക്കുറ്റിപ്പൂവ്, എന്ത് പൂ? പിന്നെ ചെണ്ടുമല്ലി. ചെണ്ടുമല്ലി. ഓക്കെ, ഇങ്ങനെയുള്ള കുറെ പൂക്കൾ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ പൂക്കൾ ഇമാജിൻ ചെയ്യുക. ആ പൂക്കൾ ഇങ്ങനെ ജസ്റ്റ് ഓൾ ഓഫ് യു പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഓക്കെ, ഒരു പൂക്കളെ ഇമാജിൻ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും. ആ പൂക്കളെ ഇമാജിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അതില് ഓക്കെ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, ദെൻ ഇമാജിൻ ഒരു പൂക്കളം. ഓക്കെ, ആ പൂക്കളം ഇമാജിൻ ചെയ്തിട്ട് അതിന്റെ ഓരോ ഭാഗത്ത് കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ പൂവുകൾ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂവുകളൊക്കെ അതിലുണ്ടാവാം. റോസ് ഉണ്ടാവാം, മല്ലിക ഉണ്ടാവാം, ജമന്തി ഉണ്ടാവാം. ഓക്കെ, പല ടൈപ്പ് ഓഫ് പൂക്കൾ അതിലുണ്ടാവാം. ആ ഓരോ പൂക്കളും നിങ്ങളുടെ ലൈഫില് ഓക്കെ, നിങ്ങൾക്ക് ഒരു പൂവിനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൂവ് എടുക്കാം. നിങ്ങളിങ്ങനെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും, അതെന്റെ ആരോഗ്യമാണ്, എന്റെ ആരോഗ്യം എത്രമാത്രം സന്തോഷവാനായി സന്തോഷവതിയായിരിക്കുന്നത്. ഓക്കെ,
ആരോഗ്യം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയാം താങ്ക് യു, മൈൻഡ് ഇങ്ങനെ പറയാം താങ്ക് യു, ഞാൻ ഇത്ര ആരോഗ്യവതിയായിരിക്കുന്നതിന് ഞാൻ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു. കുറച്ചങ്ങോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു പൂവുണ്ട്. ആ പൂവെന്ന് പറയുന്നത് നിങ്ങളുടെ സമ്പത്താണ്. ഇത്രയും കാലം ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും തന്നിരിക്കുന്ന ഈ പ്രപഞ്ച ശക്തിയോട് ഞാൻ നന്ദി പറയുന്നു. ഇത്രയും കാലം എനിക്ക് ഭക്ഷണം കഴിക്കാന്, വസ്ത്രത്തിന്, എനിക്ക് താമസിക്കാൻ, എനിക്ക് എല്ലാവിധ സൗകര്യങ്ങൾക്കും എനിക്കുള്ള പണം നൽകി എന്നെ അനുഗ്രഹിച്ചിട്ടുള്ള പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു. പിന്നത്തെ ഒരു പൂവ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പാണ് ഓർമ്മ വരുന്നത്, നിങ്ങളുടെ ബന്ധങ്ങളാണ് ഓർമ്മ വരുന്നത്. എന്നെ സ്നേഹിക്കുന്ന എത്രമാത്രം ആളുകളാണ് ഈ ലോകത്തിൽ. ഈ ലോകത്ത് എത്രമാത്രം നന്മയുള്ള ആളുകളുണ്ട്. ഈ ലോകത്തിലെ ഏകദേശം എല്ലാ ആളുകളും നന്മയുള്ള ആളുകൾ. എന്നെ സഹായിച്ച എത്രമാത്രം ആളുകൾ, എല്ലാവരോടും എനിക്ക് സന്തോഷം മാത്രം. എന്നെ പ്രൊട്ടക്ട് ചെയ്തതിന് വേണ്ടിയിട്ട് ഇവിടെ എത്രയോ ആളുകൾ, എനിക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി, എനിക്ക് വസ്ത്രം നൽകുന്നതിന് വേണ്ടി, എനിക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രയോ പേരുകൾ ഉണ്ട്. എന്നെ പല സ്ഥലത്ത് കൊണ്ടുപോകുന്നതിനായിട്ട്. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ആലോചിക്കുക, യു ആർ ലൈക്ക് എ കിങ്. മഹാബലിയെ പോലെ തന്നെ നിങ്ങൾ രാജാവാണ്. നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഓട്ടോക്കാരൻ അപ്പോൾ ഓടിയെത്തും. നിങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഹോട്ടലിലാണെങ്കിൽ പോലും ഓർഡർ ചെയ്ത് ഭക്ഷണം തരാനുണ്ട്. നിങ്ങൾക്ക് വസ്ത്രം വേണമെന്ന് പറഞ്ഞാൽ വസ്ത്രം എടുത്ത് തരുന്ന ആൾക്കാരുണ്ട്. എല്ലാത്തിനും യു ആർ ലൈക്ക് എ കിങ്. ഓക്കെ, ഇത്രയും നിങ്ങൾ സെർവ് ചെയ്യാനും വേണ്ടി ഇത്രയും ആളുകളുണ്ട്. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യാം, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പിന്നെ ഒരു പൂവിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം തോന്നി. എത്രമാത്രം ദിവസങ്ങളിൽ ഞാൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരു ടെൻഷൻ ഇല്ലാതെ നടന്നിരിക്കും. വളരെ കുറച്ച് സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ ടെൻഷൻ അടിച്ചിട്ട്, ബാക്കിയുള്ള സമയത്തൊക്കെ എനിക്ക് പീസും സമാധാനം ശാന്തിയും ഒക്കെ നൽകിയിരിക്കുന്ന പ്രപഞ്ചശക്തിയോട് എന്ത് ചെയ്യാം, നന്ദി പറയും. പിന്നൊരു പൂവിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിവുകളാണ്. ഓരോ ദിവസം എത്രമാത്രം അറിവുകളാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. എൻ്റെ ബുദ്ധി ഒക്കെ, നിങ്ങളുടെ അറിവ്, ബുദ്ധി, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, നന്ദി പറയും. ഇങ്ങനെ പൂക്കളം, ഓരോ പൂക്കളം നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിൽ കാണുമ്പോഴും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോൾ പൂക്കളം കാണുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരേണ്ടത് എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ സമ്പൽ സമൃദ്ധി, അങ്ങനെ അബണ്ടൻസ്. എപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓരോ പൂക്കളെ കാണുമ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും. ഓരോ പൂക്കളെ കാണുമ്പോൾ ആ പൂക്കൾക്ക് എനിക്ക് ഈ ആരോഗ്യമുള്ളത്, നിങ്ങൾക്ക് ഇതിലേക്കൊക്കെ കണക്ട് ചെയ്യാം. ഓരോ പൂക്കൾ നിങ്ങൾ ജീവിതത്തിൽ എപ്പോൾ കാണുമ്പോഴും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത്. ഓരോ ഓണം വരുന്ന സമയത്തും നിങ്ങൾക്ക് സെലിബ്രേഷൻ ആണ് നിങ്ങളുടെ മൈൻഡിലേക്ക്. ഓരോ സദ്യ കാണുന്ന സമയത്തും ഞാൻ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആ മൈൻഡ് സെറ്റ് നിങ്ങളിലേക്ക് വരും. അപ്പൊ നിങ്ങൾ നിങ്ങളോട് പറയുക, ഓക്കെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ധാരാളം പറഞ്ഞാൽ തീരാത്തത്ര അത്രയും അബണ്ടൻസ്, സമ്പൽ സമൃദ്ധിയുള്ള വ്യക്തിയാണ്. ആ സമ്പൽ സമൃദ്ധി നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം സുന്ദരനും സുന്ദരിയുമായിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും പുറത്തേക്ക് ഇറങ്ങുന്നത്. എല്ലാ സമയത്തും ഡ്രസ്സൊക്കെ ധരിച്ച് എത്ര മനോഹരമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. എല്ലാ സമയത്തും നമുക്ക് ഭക്ഷണം, പോകാനുള്ള വസ്ത്രങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഇവിടെ ബസ്സുകള്, ബോട്ടുകള്, കാറുകള്, ഫ്ലൈറ്റുകള്, സൈക്കിള്, നിങ്ങൾക്ക് ഓണായിട്ടുള്ള കാർ, അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന കാറുകൾ, ഇങ്ങനെ നമുക്ക് ഒരു രാജാവിനെ പോലെ ജീവിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നമ്മൾ ഭൂമിയിലേക്ക് പറഞ്ഞിരിക്കുന്ന പ്രപഞ്ചശക്തിയോട് നമ്മൾ എന്ത് ചെയ്യുക, നന്ദി പറയും. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാ അനുഗ്രഹങ്ങൾക്കും എന്ത് ചെയ്യാം, നന്ദി പറയുക. അത്രയും അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്ന ദൈവത്തിനോട് എന്ത് ചെയ്യുക, നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. എത്രമാത്രം നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും, അത്രമാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. എത്രമാത്രം നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കും, അത്രമാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അനുഗ്രഹങ്ങൾ ലഭിക്കും. സോ ഓപ്പൺ യുവർ ഐസ്. ഇന്ന് മുതൽ നിങ്ങൾ ഇനി ഒരു പൂക്കളം കാണുന്ന സമയത്ത്, ഒരു പൂവ് കാണുന്ന സമയത്ത്, ഒരു സദ്യ കാണുന്ന സമയത്ത്, ഓണം എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താണ് വരേണ്ടത്? എന്ത് വരണം? ഹാപ്പിനെസ് വരണം. എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ എന്തായിരിക്കണം? ഓണായിരിക്കണം. ആ ഓണായിരിക്കണം പറഞ്ഞാൽ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ പൂക്കളിടണം, എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ സദ്യ ഉണ്ടാക്കണമെന്നില്ല. എല്ലാ ദിവസവും നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യണം? ഓണം കൊണ്ട് ഇങ്ങനെ നിറയണം. നമ്മുടെ മൈൻഡ് എപ്പോഴും ഓണത്തിലായിരിക്കണം, നമ്മുടെ മൈൻഡ് എപ്പോഴും പെരുന്നാളായിരിക്കണം, നമ്മുടെ മൈൻഡ് എപ്പോഴും ക്രിസ്മസിലായിരിക്കണം, നമ്മുടെ മൈൻഡ് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാനുള്ളതല്ല, ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാനുള്ള. ഖുർആനിൽ പറയാണ് ഇൻഷക്കർത്തും അസീദന്നക്കും. നിങ്ങൾ എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കുമോ അത്രമാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും.
എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈസ് യുവർ അബണ്ടൻസ്. നിങ്ങൾക്ക് ലൈഫിൽ സന്തോഷം ഇടുവാണെങ്കിൽ നിങ്ങൾ ഇല്ലാത്തതിനെ കുറിച്ചിട്ട് വേവലാതിപ്പെടുന്നതിന് പകരം ഉള്ളതിനെ കുറിച്ചിട്ട് സന്തോഷിക്കും. അല്ലെ? നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന 99% അനുഗ്രഹങ്ങളെയും പറഞ്ഞിട്ടുണ്ടാവുന്ന 1% പ്രശ്നങ്ങളുടെ പിന്നാലെ പോകും. ചാർലി ചാപ്ലിൻ പറഞ്ഞതുപോലെ എന്താണ്, ഒരേ തമാശ കേട്ട് നിങ്ങൾ പലതവണ ചിരിക്കില്ലെങ്കിൽ ഒരേ കാര്യം ഓർത്ത് നിങ്ങൾ പലതവണ ഇതിന് സങ്കടപ്പെടും. സോ നമ്മള് മൈൻഡ് സെറ്റ്, ഞാൻ വീണ്ടും പറയാണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതല്ല നിങ്ങൾ ആയിത്തീരുന്നത്. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത്, ആ ഉള്ളിലുള്ള കാര്യമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് വരിക. സീക്രട്ട് തുടങ്ങുന്നത് അങ്ങനെയാണ്, അഖം എപ്രകാരമോ പുറവും അപ്രകാരം തന്നെ. ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. എന്ത് ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ, നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ ഏറ്റവും ഉള്ളിനുള്ളിൽ കോറായിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് വിശ്വസിക്കുന്നത് അതാണ്. അപ്പൊ നമ്മൾ എത്ര അഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാലും, എത്ര കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടൂല. പക്ഷെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടും. ഇപ്പൊ നിങ്ങൾ 10 താങ്ക് യു ഗോഡ് അല്ലെങ്കിൽ അൽഹംദുലില്ലാ അല്ലെങ്കിൽ അരിഗാത്തോ വാട്ടർ ഇറ്റ് ഈസ് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് യു വിൽ ഗെറ്റ് റൈറ്റ് നൗ. പിന്നെ അല്ല, ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അപ്പൊ കിട്ടും. ഓക്കെ, സിംപ്ലി നിങ്ങൾ എല്ലാവരും 10 പ്രാവശ്യം ചുമ്മാ പറഞ്ഞു, ഓക്കെ താങ്ക് യു, ഐ എം ഹാപ്പി, താങ്ക് യു, ഐ എം ഹാപ്പി, താങ്ക് യു, ഐ എം ഹാപ്പി, താങ്ക് യു, ഐ എം ഹാപ്പി. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഹാപ്പി എന്ന് പറഞ്ഞാൽ ആ മൊമെന്റിൽ നിങ്ങൾക്ക് എന്ത് ഹാപ്പിനെസ് തന്നെ വരും. ജീവിതം ഇല്ലാത്തതിനെ കുറിച്ച് ആവലാതിപ്പെടാനുള്ളതല്ല, ഉള്ളതിനെ കുറിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള. ജീവിതം ഇല്ലാത്തതിനെ കുറിച്ച് ആവലാതിപ്പെടുന്ന ആൾക്ക് എന്നും ആവലാതികളായി. ഉള്ളത് സന്തോഷിക്കുന്ന ആൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, അബണ്ടൻസ്, ബർക്കത്ത്, ഐശ്വര്യം ലൈഫിൽ ഉണ്ടാവും. എന്നും ഓണം ആഘോഷിച്ച് നോക്കി, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത്തത്തിന് മാത്രം ആഘോഷിക്കണ്ട, എല്ലാ ദിവസവും ഓണം ആഘോഷിക്കുക, എല്ലാ ദിവസവും പെരുന്നാളാക്കുക, എല്ലാ ദിവസവും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരനായി നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പുതിയ ഡ്രസ്സ് മേടിക്കണം. അതിന് വേണോ? ഓണത്തിന് ഇറങ്ങുന്നത് പോലെ ഇറങ്ങണമെങ്കിൽ പുതിയ ഡ്രസ്സ് മേടിക്കണം വേണോ? ഓണത്തിന് കഴിക്കുന്നത് പോലെ ഒരു സദ്യ കഴിക്കണമെങ്കിൽ എന്നും സദ്യ തന്നെ വേണം. ആ ഫീൽ ഉണ്ടായാൽ മതി. എന്നും ബിരിയാണി തന്നെ വേണ്ട, പക്ഷെ കഴിക്കുന്ന ഭക്ഷണം ബിരിയാണി കഴിക്കുന്ന സന്തോഷത്തോടെ കഴിക്കുക. ഇടയ്ക്ക് ഇതേപോലെ കൂടുക, സെലിബ്രേറ്റ് യുവർ ലൈഫ്. ആ സെലിബ്രേഷന് സമയമില്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് എന്തായിരിക്കും, എപ്പോഴും ഇതായിരിക്കും. സോ ഹാപ്പി ഓണം. താങ്ക് യു. ഗോപിക ഇല്ലാത്തൊന്നും ഓണപ്പറ്റില്ല. ഗോപിക പോയോ? ഓണ പ്രോഗ്രാമായിട്ട് ഗോപിക നേരത്തെ ഇറങ്ങിയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എനിബഡി? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗോപിക ഉണ്ടോ അവിടെ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ കരുതി ഓണൊക്കെ ആയിട്ട് നിങ്ങൾ നേരത്തെ പോയിരുന്നു. ഇവിടെ ഉണ്ട്. ഓക്കെ, ടീം മെമ്പേഴ്സ്, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഷെയർ ചെയ്യാനുണ്ടോ? ജസ്റ്റ് എല്ലാ ആളുകളും അൺമ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒറ്റ വേർഡ് പറഞ്ഞിട്ട് പോകാം. ഒറ്റ വേർഡ് പറഞ്ഞാൽ മതി. വാട്ട്സ് യുവർ ടേക്ക് അവേ പോയിന്റ്? ഓക്കെ, അതായത് ഓണായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾ ടേക്ക് അവേ ഒറ്റ സിംഗിൾ വേർഡ് പറഞ്ഞാൽ മതി. മണി സർ. ബഷീർ സാർ അബണ്ടൻസ്. മണി സർ, നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്തൊരു പോയിന്റ്. നമുക്ക് സന്തോഷം ഉണ്ട്, ഹാപ്പിനെസ് ആണ് ഇന്ന് ശരിക്കും ഉണ്ടായത്. നമ്മള് ശരിക്ക് ഒരു ഫോക്കസ് ചെയ്യുന്ന സംഗതി ഡെയിലി നമുക്ക് ഒരു ഓണോ അല്ലെങ്കിൽ പെരുന്നാളോ മനസ്സിൽ അത്രയും സന്തോഷം എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നുള്ള ഒരു മെസ്സേജ് ആണെന്ന് കിട്ടിയത്. ഉള്ളതുകൊണ്ട് സന്തോഷിക്കുക. ഹാപ്പിനെസ് തന്നെ സാറേ. ഉള്ളതുകൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് തന്നെ. ഉള്ളത് കൊണ്ട് സന്തോഷിക്കാന്നല്ല, സന്തോഷിക്കൊണ്ടിരിക്കും. ഉള്ളത് കൊണ്ടൊന്നുമില്ല, സന്തോഷിക്കുക. നമുക്കുണ്ട്, നമുക്ക് ആവശ്യത്തിലധികം നമ്മുടെ കയ്യിലുണ്ട് അപ്പം വിശ്വസിക്കുക. ഉള്ളത് കൊണ്ടെന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ലിമിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ
ബാക്കി ഭൂമിയിലുണ്ട്, തന്നിട്ടുണ്ട്, അത് തീരൂല. അപ്പൊ ഉള്ളത് കൊണ്ട് സന്തോഷിക്കല്ല, സന്തോഷിക്കൊണ്ടേ ഇരിക്കുക, ഉള്ളതിൽ സന്തോഷിക്കുക. ഓക്കെ, ഉള്ളത് കൊണ്ട് സന്തോഷിക്കല്ല, ഉള്ളതിൽ സന്തോഷിക്കുക. ഓക്കെ, സോ താങ്ക് യു. ഒരു കൂടിച്ചേരൽ. നജുല, നജുല. സന്തോഷവും സമ്പൽ സമൃദ്ധിയും. താങ്ക് യു. ഹഫ്നിസ, ഹഫ്നിസ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഹാപ്പിനെസ് സർ. താങ്ക് യു. സലാഹു, സലാഹു. കുറെ ആൾക്കാർ എനിക്ക് തോന്നുന്നു കേൾക്കുന്നില്ലോ. സിന്ധു മാം. ഒരു ഒത്തുചേരൽ, സന്തോഷം, ഓക്കെ, താങ്ക് യു. ഉണ്ണികൃഷ്ണ സാർ. abundance with happiness. താങ്ക് യു. നൗഫൽ. സോറി, നൗഫൽ കേൾക്കില്ല. എപ്പോഴും സന്തോഷം എന്നുള്ളത് ചെറുപ്പത്തിലൊന്നും നമുക്ക് സന്തോഷമായിരുന്നല്ലോ, ഒന്നും പ്രതീക്ഷിക്കാതെ. അതേപോലെ തന്നെ എപ്പോഴും സന്തോഷവാനായിരിക്കും. താങ്ക് യു, താങ്ക് യു. എപ്പോഴും സന്തോഷം, ഓൾവേസ് ബി ഹാപ്പി. ഷീല മോഹൻ. ഷീല മാം. ഹാപ്പിനെസ്. ഹാപ്പിനെസ്. താങ്ക് യു. ദിവ്യ മാം. Full of happiness with prosperity. ഫുൾ ഓഫ് ഹാപ്പിനെസ് വിത്ത് പ്രോസ്പെരിറ്റി. വെരി ഗുഡ്. റസാഖ് സാർ. എല്ലാവരും കൂടിച്ചേർന്നുള്ള ഒരു ആഘോഷം. കൂടി ചേർന്നൊരു ആഘോഷിക്കലായിട്ട്. താങ്ക് യു. ജാസ്മിൻ റഫീഖ്. ഓൾവേസ് ഹാപ്പിനെസ്. ഓൾവേസ് ഹാപ്പിനെസ്. താങ്ക് യു. റോസ്ലിൻ. താങ്ക് യു, ഐ ആം ഹാപ്പി എന്നുള്ള ആ സെന്റൻസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സാർ. താങ്ക് യു, ഐ ആം ഹാപ്പി. താങ്ക് യു. ഓക്കെ, ബീന മാം. ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസ്. പിന്നെ പൂക്കളത്തിന് നല്ലൊരു, ഇനി മുതൽ പൂക്കളം കാണുമ്പം എല്ലാ ആരോഗ്യം, സമ്പൽ സമൃദ്ധി, അബണ്ടൻസ് എല്ലാം മുന്നിലേക്ക് വരും. ഇതുവരെ കണ്ട പൂക്കളല്ലായിരിക്കും നിങ്ങൾ കാണുക. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്. ലോകത്തിൽ ആരും കാണാത്തൊരു പൂക്കളം നീ കാണാൻ പറ്റും. ഇത് ആരും ഇതുവരെ ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ഞാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. 100% എനിക്ക് ഉറപ്പാണ്. ഓക്കെ, പൂക്കളത്തിനൊക്കെ പ്രസന്റേഷൻ ലോ ഓഫ് അട്രാക്ഷനോട് കണക്ട് ചെയ്തിട്ട് ഇതുവരെ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. യു ആർ ലക്കി പേഴ്സൺസ്. ഇന്ന് മുതൽ നിങ്ങൾ പൂക്കളം കാണാൻ ഡിഫറെന്റ് വ്യൂവിലായിരിക്കും. താങ്ക് യു. ജെസി. ജെസി. ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസ്. ഹാപ്പിനെസ് ആൻഡ് അബണ്ടൻസ്. കീർത്തന. കീർത്തന. സുനിലേട്ടൻ. ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു. ഫൗസി. ഉള്ളതിൽ സന്തോഷിക്കുക. ഉള്ളതിൽ സന്തോഷിക്കുക. ദാറ്റ്സ് ദ വേർഡ്. ഉള്ളതിൽ സന്തോഷിക്കുക. താങ്ക് യു. കീർത്തന. ഹാപ്പിനെസ് സർ. ഹാപ്പിനെസ്. സലാഹു. ലീഡേഴ്സ് ശ്രദ്ധിക്കുക. ഫീഡ്ബാക്ക് ആരും പറയാണ്ടിരിക്കുന്നില്ല. എല്ലാ ആളുകളും ഫീഡ്ബാക്ക് തരണം. ഓൺലി 1% മാത്രമാണ് ഫീഡ്ബാക്ക് വരാത്തത്. സോ ഗിവ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ എന്ത് ചെയ്യുക? ഗോപിക ശ്രദ്ധിക്കുക, ബാക്കിയുള്ള ആളുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഫീഡ്ബാക്കിന് ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആളുകളും എന്ത് ചെയ്യും? ലൈഫിൽ നമ്മൾ അവസരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? മുന്നോട്ട് വരും. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്താണെങ്കിലും ഒക്കെ പല ആളുകളും പറയുന്ന സംഭവം എന്താണ്? അവർ വരുന്നില്ല. അവരെ വരാനുള്ള അവസരം കൊടുക്കുകയും വിളിക്കേണ്ട പോലെ വിളിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഓണത്തിന് വരും. ഓക്കെ, ഓണത്തിന് ആരും എന്ത് ചെയ്യില്ല? വരാതിരിക്കില്ല. ഒരാൾ അവസരം കൊടുക്കണം, വിളിക്കേണ്ട പോലെ എന്ത് ചെയ്യണം? അവരെ വിളിക്കുകയും വേണം. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. അപ്പൊ ഇന്ന് മുതൽ പൂക്കളം കാണുമ്പോൾ ഏത് കാര്യങ്ങൾ കാണുകയാണെങ്കിലും നിങ്ങളുടെ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ ഇങ്ങനെ പറയാം, നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ക്വാളിറ്റി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് മാത്രമേ ഉണ്ടാവും. ഇത് നല്ല ഹാർഡാണ്. ഇത് നമ്മൾ ഇമോഷണലി നമ്മൾ നല്ല ഇന്റലിജൻസുള്ള ആൾക്കാണ് അതിലേക്ക് എത്താൻ പറ്റുക. പക്ഷെ ബൈ പ്രാക്ടീസ് എല്ലാവർക്കും അതിലേക്ക് എത്താൻ പറ്റും. ലൈഫിൽ നമ്മൾ റിസ്കിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പേഴ്സൺ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രഗിളിങ് വന്നു. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം? അൽഹംദുലില്ലാ അല്ലെങ്കിൽ താങ്ക് യു എന്ന് പറയാൻ പറ്റും. കാരണം അവിടെ നിങ്ങളുടെ ഗ്രോത്ത് ആണ്. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്ത് എവിടെ ഉള്ളത് വെച്ചാൽ നിങ്ങൾ പേടിക്കുന്ന കാര്യത്തിന് തൊട്ടപ്പുറത്താണ് നിങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മൾ പേടിക്കാതിരിക്കുക, അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറ്. കാരണം ആ പേടിയുടെ അപ്പുറത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവും? ഗ്രോത്ത് ഉണ്ടാവും. എവിടെയാണ് നിങ്ങൾക്ക് പേടിയുള്ളത്? എന്തിനാണോ പേടിയുള്ളത്? പേടിയുടെ തൊട്ടപ്പുറത്ത് ഗ്രോത്ത് ഉണ്ട്. ഏത് കാര്യത്തിന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിലും ആ ഭയപ്പാടിന്റെ തൊട്ടപ്പുറത്തിൽ എന്താണ്? ഗ്രോത്ത് ആണ്. അപ്പൊ ഭയപ്പെടാതിരിക്കുക. എപ്പോഴും അത് അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. എന്നെ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുന്ന ദൈവത്തിന് നന്ദി. എന്നെ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ദൈവത്തിന് എന്താ?
ആ ഒരു കാര്യം കൂടെ ചാടിക്കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയി. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ചലഞ്ചസിനെ ഓൾവേസ് വെൽക്കം ചെയ്യുക. ചലഞ്ചസ് എന്ത് വന്നു കഴിഞ്ഞാലും പറയാം വെൽക്കം, താങ്ക് യു, എന്നെ ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി പുതിയൊരു അധ്യാപകൻ വന്നിരിക്കുന്നു. വെൽക്കം ഹിം ആസ് എ ടീച്ചർ. നിങ്ങൾക്ക് വരുന്ന ചലഞ്ചസിന് ഒരു അധ്യാപകനായിട്ട് സ്വാഗതം ചെയ്യുക. അയാൾ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നതാണ്. ആ അധ്യാപകനോടും പ്രപഞ്ചശക്തിയോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ഹാപ്പി ഓണം വൺസ് അഗൈൻ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. Thank you, sir. Happy Onam. Thank you, sir. Happy Onam. താങ്ക് യു.